السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على رسوله النبي الأمين وعلى آله وصحبه أجمعين. أما بعد، فيا أيها الإخوان، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സഹോദരന്മാരെ, ISMൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഒരു സമ്മേളനമാണല്ലോ ഇത് എന്ന് അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെല്ലാം സ്വാഗത പ്രസംഗത്തിൽ നിന്നും അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഇത്തിഹാദ് ഷുബാനുൽ മുജാഹിദീൻ അഥവാ ISM എന്ന് പറയുന്നൊരു സംഘടന 1967 സ്ഥാപിക്കപ്പെട്ടത്. 1964 അക്കാലത്ത് KNM വാർഷിക സമ്മേളനങ്ങൾ നടത്താറുണ്ടായിരുന്നു. ഇന്നത്തേതുപോലെയുള്ള വലിയ വലിയ മുജാഹിദ് സമ്മേളനമായിരുന്നില്ല അന്ന്. കാരണം അന്ന് അത്രേ ആളുകളുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 1966 നടന്ന ഒരു സമ്മേളനത്തിൽ KS സുലൈമാൻ സാഹിബ് പാലക്കാട് അവർകളും അന്നുണ്ടായിരുന്ന നേതാക്കന്മാരും ചെറുപ്പക്കാർക്കൊരു വേദി വേണമെന്നും അവർ വളരെയേറെ നല്ല രീതിയിൽ ഉത്സാഹത്തോടെ പരിശ്രമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 1967 മെയിൽ നടന്ന KNMൻ്റെ സംസ്ഥാന സമിതി തീരുമാനിച്ചതനുസരിച്ചാണ് ISM രൂപീകൃതമായിട്ടുള്ളത്. അന്ന് KNMൽ നിന്ന് 40 വയസ്സിന് താഴെയുള്ള ആളുകളെ എല്ലാവരെയും ചേർത്തിണക്കിക്കൊണ്ട് ഒരു സമ്മേളനം അവിടെ വെച്ച് നടത്തുകയും അങ്ങനെ അതിൽ നിന്നാണ് ഈ ISM എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്. അത് 1967 സെപ്റ്റംബറിലായിരുന്നു. അന്ന് ഇന്നുള്ള മുജാഹിദ് സെൻ്ററോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ അന്നുണ്ടായിരുന്നില്ല. ഫ്രാൻസിസ് റോഡിലെ ഒരു കുഞ്ഞോയ് വൈദ്യർ നടത്തിയ മെഡിക്കൽ ഷാപ്പിന് മരുന്ന് ഷാപ്പിൻ്റെ ആയുർവേദ മെഡിക്കൽ ഷാപ്പായിരുന്നു. അതിൻ്റെ മുകളിലുള്ള റൂമായിരുന്നു അന്നുണ്ടായിരുന്ന ഓഫീസ്. ഞാൻ 1964 മുതലുള്ള എല്ലാ സമ്മേളനങ്ങളിലും പങ്കെടുക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 1963 വരെ ഒരു പക്കാ സുന്നയായി എല്ലാവിധ ഖുറാഫാത്തുകളും മാല, മൗലൂദ്, ഹദ്ദാദ്, റാത്തീബ്, കുത്തുബിയത്ത്, പിഞ്ഞാണമെഴുത്ത്, അലസെഴുത്ത്, വെള്ളം കൊടുക്കൽ, നൂല് കൊടുക്കൽ എന്നിങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തിരുന്ന പള്ളി ദിവസം ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിയാരുട്ടിയായിരുന്നു. എൻ്റെ പിതാവിൻ്റെ തന്നെ ആഗ്രഹം ഒരു പള്ളിയിൽ മുദർരിസാകണമെന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ അറബി ഭാഷ സ്കൂളിൽ പാസ്സാവുകയും അങ്ങനെ ഒരു എൻട്രൻസ് പരീക്ഷ പാസ്സായാൽ അറബി സ്കൂളിൽ ഒരു അധ്യാപകനായി മാറാമെന്ന ചിന്ത ഉണ്ടാവുകയും അതിനുവേണ്ടി സ്ഥലം അന്വേഷിച്ചതാണ് പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിൽ എത്തിച്ചേർന്നത്. അന്ന് പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിലെ പഠനം 8 കൊല്ലത്തെ പഠനമാകുന്നു. കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതനായിരുന്ന MCC അബ്ദുൽ മൗലവിയായിരുന്നു അന്നത്തെ പ്രിൻസിപ്പാൾ. അതിഭയങ്കരന്മാരായ പണ്ഡിതന്മാരായിരുന്നു അന്ന് PP ഉണ്ണിക്കുട്ടി മൗലവി, PN മുഹമ്മദ് മൗലവി, KC അലി മൗലവി പോലെയുള്ള, MCC അഹമ്മദ് മൗലവി പോലെയുള്ള മഹാന്മാരായ ആളുകളായിരുന്നു അന്ന് അവിടെ ഉണ്ടായ അധ്യാപകർ. അവരെല്ലാമാണ് എൻ്റെ ഉസ്താദുമാർ. അവരിൽ നിന്നും പഠിച്ച് എനിക്ക് മാറ്റമുണ്ടാവുകയുണ്ടായി. അങ്ങനെ 1963 KNMലേക്ക് എത്തിച്ചേരുകയും അതിനുശേഷം KNMൻ്റെ ഒരു പ്രവർത്തകനായി മാറി, ISMൻ്റെയും പ്രവർത്തകനായി മാറി. അങ്ങനെ KNMലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എൻ്റെ ചെറുപ്പക്കാലം തനി ഖുറാഫാത്തിൽ നടന്നായി എന്ന് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെയുള്ള എല്ലാം തന്നെയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് പറയുന്നത്? പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് തൗഹീദിൽ അടിസ്ഥിതമായ ഒരു ജീവിതം നടത്തുകയും പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന്
മറ്റാരോടും പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നും അങ്ങനെ അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയാണ്, അത് പ്രചരിപ്പിക്കുകയാകുന്നു മുജാഹിദ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിച്ചാൽ തന്നെ ആ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിനെ യഥാർത്ഥമായ അവസ്ഥയിലൂടെ പഠിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ ഒരു വചനം അല്ലെങ്കിൽ ചെറിയൊരു സൂറത്തുകളെ കൊണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന ആളുകൾക്കുള്ള മാറ്റം. ഇന്ന് പരിശുദ്ധ ഖുർആൻ മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അമാനി മൗലയുടെ പരിഭാഷയില്ലാത്ത വീടുകൾ ഉണ്ടാവുകയില്ല. അത് മനസ്സിലാക്കുവാൻ സാധിക്കും. നബിയുടെ കാലത്ത് അപ്രകാരം ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ലബീദ് എന്ന് പറയുന്നൊരു സാഹിത്യകാരനുണ്ടായിരുന്നു, കവിയായിരുന്നു. മുഅല്ലക്ക എന്ന് പറയുന്ന ആ കൃതിയിൽ അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ട്. അശ്ലീലങ്ങൾ നിറഞ്ഞ കവിതയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത. ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന ഈ ചെറിയ സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഅബത്തിൽ എഴുതി തൂക്കുകയുണ്ടായി. മുശ്രിക്കുകളെല്ലാവരും രോഷാകുലരായി. ഇതിന് തക്കതായ മറുപടി കൊടുക്കണം. അതിനുവേണ്ടി അന്ന് കവിയായിരുന്ന ലബീദാണെങ്കിൽ വയോവൃദ്ധനായി വീട്ടിലിരിക്കുകയാണ്. ലബീദ് തന്നെ തൻ്റെ പ്രായാധിക്യം കൊണ്ട് പറയുകയുണ്ടായി, വലഖദ് സഇംതു മിനൽ ഹയാതി വതൂലിഹ വസുആലി ഹാദൻ നാസി കൈഫ ലബീദു. ജീവിച്ച് മടുത്തുപോയി ഞാൻ. മാത്രമല്ല, എന്താ ലബീദിൻ്റെ സ്ഥിതി എന്ന് ജനങ്ങൾ ചോദിക്കുന്നത് കേട്ടു ഞാൻ മടുത്തുപോയി എന്ന് പറഞ്ഞ ലബീദ് അദ്ദേഹത്തെ അതിന് മറുപടി എഴുതാൻ വേണ്ടി കൊണ്ടുവരികയും അദ്ദേഹം സൂറത്തിൻ്റെ ഈ കൗസർ ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈമാൻ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവസാനമായി എഴുതിയത് യഥാർത്ഥത്തിൽ ഈ ചെറിയൊരു സൂറത്ത് കൊണ്ട് ഇസ്ലാമാകുവാനുള്ള വസ്ത്രം ധരിക്കുവാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി ലം യഅ്തിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല എന്നായിരുന്നു അദ്ദേഹം എഴുതിയത്. ഖുർആൻ്റെ ചെറിയ ഒരു സൂറത്ത്, വളരെ ചെറിയൊരു സൂറത്ത്. ആ ഒരൊറ്റ സൂറത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാറ്റമുണ്ടായി. എന്നാൽ അത് മാത്രമല്ല, 114 സൂറത്തുകൾ, 6600 പരം ആയത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പഠിച്ചുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തേണ്ടതാകുന്നു. പഠിച്ചാൽ മാറ്റം വരാതിരിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ പാടുള്ളൂ എന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. സൂറത്ത് അഹ്ഖാഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമഹ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശറന്നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഈ ആയത്തിൽ പറയുന്ന പ്രകാരം തന്നെയാകുന്നു. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ ദുർമാർഗ്ഗം മറ്റാരാകുന്നു? അവരാണെങ്കിൽ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമഹ, ഖിയാമത്ത് നാളെ വരെ വിളിച്ചാലും അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. കാരണം അവർ മരിച്ചു പോയതല്ലേ. മരിച്ചു പോയവർക്കൊന്നും തന്നെ പറയാൻ സാധ്യമല്ലല്ലോ. ആ മരിച്ചു പോയ വിളിച്ച് സാധ്യമേ അല്ല. വഹുമൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ ഈ പ്രാർത്ഥനയിൽ അശ്രദ്ധരുമാകുന്നു. കാരണം അവർക്കറിയുകയില്ല ആരാണ് പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല, നാളെ പരലോകത്ത് അള്ളാഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഇവർ ആരെയാണ് പ്രാർത്ഥിച്ച് അവർക്കെതിരെ മാറുന്നതാണ്. വൈദാ ഹുശറന്നാസ് കാനൂ ലഹും അഅദാഅ, അവർ മഹ്ശറയിൽ അഥവാ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ അവർ അവർക്ക് ശത്രുക്കളായി മാറും. ഞാൻ ഏതെങ്കിലും ഒരു വലിയനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ എൻ്റെ ശത്രുവായി മാറുമെന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ആ പ്രാർത്ഥനയാവുന്ന ഇബാദത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. ഇവിടെ ഇബാദത്ത് ഉപയോഗിച്ചത് ആ പ്രാർത്ഥനയാണ്, ആ ദുആയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ എന്ന് പറയുന്നത്. ശിർക്ക് എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ഇതിൽ ഒരിക്കലും തന്നെ വരാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അല്ലാഹു തആല പറഞ്ഞില്ലേ, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക
വലതകൂനന മിനൽ ഖാസിരീൻ. നീ ആരും പരിഷ്കരിച്ചതെങ്കിൽ നിന്റെ പ്രവർത്തനം മുഴുവൻ നിഷ്ഫലമാവുകയും നീ നഷ്ടക്കാരിൽ വിട്ടുപോവുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പ്രഖ്യാപിച്ചത് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ശിർക്ക് ആരായിരുന്നാലും പാടില്ലാത്തതാണ്. അല്ലാഹു അല്ലാത്ത ഏതൊരാളെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് മുഹമ്മദ് നബി തന്നെ ആയിരുന്നാലും ശരി, അല്ലാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനയായതുകൊണ്ട് അത് ശിർക്കിൽ പെടുന്നതാണ്. അതാകുന്നു മുജാഹിദ് പ്രസ്ഥാനം ഈ ലോകത്തെ ജനങ്ങളോട് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്ത് പല ജാതി ആചാരങ്ങളും ഉത്സവങ്ങളും അതേപോലെ തന്നെ മറ്റു മക്കാമുകളും എല്ലാം ഉണ്ടാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്സവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേനൽക്കാലമായാൽ മുസ്ലിങ്ങളുടെ അമ്പലത്തിലും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങളിലും മുസ്ലിങ്ങൾ അവരുടെ ഇതുപോലെയുള്ള കുബ്ബകളിലും അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ മറമാടിച്ചുള്ള കേന്ദ്രങ്ങളിൽ വെച്ചും ഇതുപോലുള്ള ആഘോഷം നടത്തി വരുന്നു. എല്ലാം ഒരുപോലെ തന്നെയാകുന്നു. മുസ്ലിമിൻ്റെ ദേവാലയത്തിൽ മുട്ടിയ ചെണ്ട തന്നെയാകുന്നു ഇവിടെയും മുട്ടുന്നത്. അവിടെ വന്ന ആന തന്നെയാകുന്നു ഇവിടെയും വരുന്നത്. അവിടെ ഉപയോഗിച്ച കരിമ പ്രയോഗമാണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. എന്താ വ്യത്യാസമുള്ളത്? ഈ മുസ്ലിം ജാറമാണെങ്കിൽ അവിടെ ഒരു മുസ്ലിയാരുടെ നിന്ന് ഫാത്തിഹ ഓതി ദുആ ഇരിക്കാനുണ്ടായിരിക്കും. അതല്ലാതെ മറ്റ് യാതൊരു വ്യത്യാസവുമില്ല. ആ നിലയ്ക്ക് ഒരേ രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ അല്ലാതെ മറ്റു പലരും വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് മുഹയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് കണക്കില്ലാത്തതാകുന്നു. ഒരു ഖബർ കെട്ടിപ്പൊക്കുക എന്ന് പറയുന്നത് തന്നെ ഇസ്ലാം വിരോധിച്ചതാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നു. അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാല നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബറു വഅൻ യുബ്ന അലൈഹി വഅൻ യുഖഅദ അലൈഹി. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, വിരോധിക്കോ അൻ യുജസ്സസൽ ഖബർ, ഒരു ഖബർ സിമന്റ് ഇട്ട് എനിക്ക് നന്നാക്കുന്നത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു എന്ന് പറയുണ്ടായി. അതേപോലെ തന്നെ വായുബനാലി അതിനൊരു കെട്ടിടമുണ്ടാക്കുന്നത്, എടുപ്പുണ്ടാക്കുന്നത് അല്ലെങ്കിൽ പടുത്തുയർത്തുന്നത് എല്ലാം തന്നെയും വായു അതിൻ്റെ പോലും അവിടെ പോയി ഇരിക്കുന്നത് വരെയും തെറ്റാകുന്നു, വിരോധിക്കപ്പെട്ടതാകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആളുകളെ ശ്രദ്ധിക്കുന്നില്ല. നല്ലൊരു വിഭാഗം ആളുകൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയും ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുകയും അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമുദായമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിയം എന്ന് പറയുന്ന ഒരാളെ പേരിൽ ഒരു ജാറും 2 ജാറുമുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ പോയി കണ്ടിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അയാൾക്ക് 2 ശരീരമുണ്ടായെന്ന് തോന്നിപ്പോകുന്നതാണ്. ഒരു കൂട്ടർക്ക് ഒരു ജാറും വേറൊരു കൂട്ടർക്ക് ജാറുമായിട്ടാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ ഇനിയും പല ജാറങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് പല ആളുകളും. അവരെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഫത്തുഹുൽ മുഈൻ അടക്കമുള്ള അൽ-ഉമ്മ അടക്കമുള്ള മഹാന്മാരായ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ അത്തരം കാര്യങ്ങൾ തെറ്റാകുന്നു എന്നും മാത്രമല്ല ഫത്തുഹുൽ മുഈനിൽ പറഞ്ഞതനുസരിച്ച് ആ ജാറങ്ങളെല്ലാം പൊളിച്ചു കളയണമെന്നാണ് ഫത്തുഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. വഖഫായ സ്ഥലത്ത് ഒരു വഖഫായ സ്ഥലത്താണ് നടത്തിയെങ്കിൽ ഹുദിമ വുജൂബൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർബന്ധമായും പൊളിച്ചു കളയേണ്ടതാകുന്നു. അയാളുടെ സ്വന്തം സ്ഥലമാണെങ്കിൽ കറാഹത്തുമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേ പ്രകാരം തന്നെയാണ് ഉമ്മൽ ഇമാം ഷാഫി അതേത്തെ പ്രകാരം തന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഖബർ ഒരു കല്ല് വെച്ച് പടുത്തിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഒരിക്കൽ പൊന്നാനിയിൽ പോയപ്പോൾ ഞാൻ ആ പള്ളിയിൽ പോയി അവിടെയുള്ള മുസ്ലിയാരോട് ഖബർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അയാൾ പറഞ്ഞു, സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഖബർ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പുല്ലും കാടും പിടിച്ച് കിടക്കുന്ന ഒരു ഖബർ കാണിച്ചു തരികയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ മറ്റുള്ള ഖബറുകളെല്ലാം പടുത്തുയർത്തിയിട്ടുണ്ട്, സൈനുദ്ദീൻ മഖ്ദൂം മഹാനായിരുന്നു, എന്തേ അദ്ദേഹത്തിൻ്റെ ഖബർ നിങ്ങൾ പടുത്തുയർത്താതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മുസ്ലിയാർ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കിതാബിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പടുത്തുയർത്താൻ പാടില്ല, പിന്നെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഖബർ ഞങ്ങൾ പടുക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. ആ നിലയ്ക്ക് ഫത്തുഹുൽ മുഈനിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അത് പാടില്ലാത്തതാകുന്നു. ഒരു പള്ളി ശ്മശാനം അത് വഖഫായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ ഹുദിമ വുജൂബൻ നിർബന്ധമായും പൊളിച്ചു കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും തെറ്റാകുന്നു എന്നും അത് ശിർക്കിലേക്ക് നയിക്കുന്ന വഴികളാകുന്നു എന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാകുന്നു എന്ന് പ്രത്യേകമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല.
കാരണം നീണ്ട ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. ധാരാളക്കണക്കിന് ആളുകൾ പ്രസംഗിക്കുവാനുണ്ട്. അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ആളുകൾ പല രീതിയിലും ഇവിടെ പങ്കെടുക്കുവാനുണ്ട്. മഹാന്മാരായ പ്രാസംഗികമാരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു മഹത്തായ വിജയമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ നാമത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.